ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ അപ്പെക്സ് ടോക്കന്റെ ഓൺ എക്സ്ചേഞ്ചിൽ എങ്ങനെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പെക്സ് ടോക്കൺ അവരുടെ സ്വന്തമായിട്ടുള്ള എക്സ്ചേഞ്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. apexx.io എന്നാണ് ഡൊമൈന്റെ പേര്. അപ്പെക്സ് ടോക്കണിൽ ഓൾറെഡി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമിൽ ചേർന്നിട്ടുള്ളവരാണെങ്കിൽ ഇനി വിഡ്രോവൽ നടത്തുന്നത് നിങ്ങൾ USDT വിഡ്രോ ചെയ്താലും അപ്പെക്സ് ടോക്കണിന്റെ എക്സ്ചേഞ്ച് ത്രൂ മാത്രമായിരിക്കും. അതുകൊണ്ട് എല്ലാവരും അപ്പെക്സ് ടോക്കണിൽ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും അപ്പെക്സ് ടോക്കണിന്റെ എക്സ്ചേഞ്ചിൽ സൈൻ അപ്പ് ചെയ്യണം, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സുഹൃത്തുക്കളാണ് അയച്ചു തന്നിട്ടുള്ളതെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു പേജ് ഇങ്ങനെയായിരിക്കും കാണിക്കുന്നത്. ആദ്യം നമുക്ക് ഇമെയിൽ കൊടുക്കണം. അതിനുശേഷം നമ്മുടെ പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. അതിനുശേഷമാണ് നമുക്ക് കൺഫേം പാസ്വേഡ് എന്ന ഒരു ഓപ്ഷൻ. അത് രണ്ടും സെയിം ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കാം. റെഫറൽ ID വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൾ ബൈ ഡിഫോൾട്ട് ആയിട്ട് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റാരെങ്കിലും സുഹൃത്തുക്കൾ അയച്ചുകൊണ്ടുള്ള റെഫറൽ ലിങ്ക് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇവിടെ ചേർക്കാൻ പറ്റും. അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് ഐ എഗ്രി ടു ദ ടേംസ് ഓഫ് സർവീസ് ആൻഡ് പ്രൈവസി പോളിസി എന്നതിനകത്ത് ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം സ്ക്രീൻ ഒരു അല്പം മുകളിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ രജിസ്റ്റർ എന്ന ഒരു ബട്ടൺ ഉണ്ട്. ഈ രജിസ്റ്ററിനകത്ത് ക്ലിക്ക് ചെയ്യുക. രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ മാർക്കറ്റ് ഓവർവ്യൂ എന്ന് കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ സ്പോട്ട് ഇൻ ഓൾ എന്തൊക്കെയാണ് അസറ്റ്സ് ഉള്ളത് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇമെയിൽ IDയിലേക്ക് ഒരു വെരിഫിക്കേഷൻ ലിങ്ക് വരും. ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഇമെയിൽ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഇമെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ apexx എന്ന ഒരു ഇമെയിൽ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം വെരിഫൈ ഇമെയിൽ എന്ന ഒരു സെക്ഷൻ വരും. അതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഇവിടെ നമ്മുടെ ഇമെയിൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം, പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ KYC വെരിഫിക്കേഷൻ നമ്മളിവിടെ ചെയ്യേണ്ട അത്യാവശ്യമാണ്. KYC ചെയ്യുക. നമുക്കിവിടെ ചെയ്യേണ്ടത് KYC എന്ന ഈ ഒരു സെക്ഷനിൽ ഒന്ന് ടച്ച് ചെയ്യണം. ആദ്യം KYCയുടെ പേജിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് നെയിം ടൈപ്പ് ചെയ്യുക, ലാസ്റ്റ് നെയിം, അതിനുശേഷം മിഡിൽ നെയിം ഉണ്ടെങ്കിൽ അത് ഓപ്ഷനിലാണ്. അതിനുശേഷം നമുക്ക് താഴെ ഇന്ത്യ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഐ കാർഡ്, ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്? ഐ കാർഡ് ഉണ്ട്, പാസ്വേഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, റെസിഡൻസ് പെർമിറ്റ്, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിനുശേഷം ഇവിടെ പറയുന്നത് ഓൾ ഫോട്ടോസ് ഷുഡ് ബി ബ്രൈറ്റ് ആൻഡ് ക്ലിയർ. ഒരു 1 MB താഴെ മാത്രമേ വരാവുള്ളൂ. നിങ്ങളുടെ ഫോട്ടോ 1 MB കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ കയറി അത് റെഡ്യൂസ് ചെയ്യാം. MB റെഡ്യൂസ് ചെയ്തിട്ട് 1 MB വരെ നിങ്ങൾക്ക് കൊണ്ടുവരാം. അതിനുശേഷം ടേക്ക് എ ഫോട്ടോ ഓഫ് ഫ്രണ്ട് പാർട്ട് ഓഫ് യുവർ ഡോക്യുമെന്റ്സ്. ഞാൻ ആധാർ കാർഡാണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആധാർ കാർഡിന്റെ ഫ്രണ്ട് സൈഡ് ഇവിടെ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം ബാക്ക് സൈഡ് ഇവിടെ. അതിനുശേഷം നമ്മൾ ഒരു സെൽഫി, ആധാർ കാർഡ് കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ഒരു സെൽഫി ഫോട്ടോ അതും ഇവിടെ അപ്ലോഡ് ചെയ്യണം. ഞാനപ്പോ ഈ 3 കാര്യങ്ങൾ ആദ്യം അപ്ലോഡ് ചെയ്യാം. ഇവിടെ ഡ്രാഗ് ആൻഡ് ഇമേജ് ഫയൽ എന്നതിനകത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലെ ആൽബത്തിൽ നിന്ന് എടുക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ഇവിടുന്ന് ഞാൻ എന്റെ ഡോക്യുമെന്റ്സിന്റെ ഫ്രണ്ട് സൈഡ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. അപ്പൊ ഫ്രണ്ട് സൈഡ് ഇവിടെ ഗ്രീൻ കളർ വന്നതിന് ശേഷം ഇവിടെ ഡോട്ട് ആകും. റെഡ് കളർ ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് അതിനർത്ഥം. അതിനുശേഷം നമ്മൾ ബാക്ക് സൈഡ് അപ്ലോഡ് ചെയ്യുന്നു. ഞാൻ ബാക്ക് സൈഡ് അപ്ലോഡ് ചെയ്തു. അതും ഇങ്ങനെ ഗ്രീൻ കളർ ആയിട്ട് ഒരു ഡോട്ട് റൈറ്റ് സൈഡിൽ വരും. എങ്കിലേ ഇത് അലൗഡ് ആകുള്ളൂ. അല്ലെങ്കിൽ ഇത് റെഡ് കളർ ആണെങ്കിൽ ഇത് അപ്ലോഡ് ആകില്ല. കാരണം നിങ്ങളുടെ 1 MB കൂടുതലാണെന്നാണ് അതിനർത്ഥം. അതിനുശേഷം ഇവിടെ ഡ്രാഗ് ആൻഡ് ഇമേജസ് ഫയൽ എന്നതിനകത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെൽഫി എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ, ഇവിടുന്ന് സെൽഫി ആയിട്ടുള്ള ഒരു ഫോട്ടോ അത് ഇതേ രീതിയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അത് 1 MB താഴെ ആയിരിക്കണമെന്നേ ഉള്ളൂ. എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് മാക്സിമം ഫയൽ സൈസ് 1 MB ആണ്. അപ്പൊ നിങ്ങൾക്ക് ഓൺലൈനിൽ ഇത് റെഡ്യൂസ് ചെയ്യാം. ഇത് ഈ ഗ്രീൻ കളർ ഇവിടെ വന്നതിന് ശേഷം ഇതേ രീതിയിൽ ഡോട്ട് വന്നതിന് ശേഷമാണ് നമുക്കിത് സബ്മിറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എറർ ആയിരിക്കും നിങ്ങൾക്ക് ഷോ ചെയ്യുന്നത്. ഇവിടെ എന്റെ 3 ഡോക്യുമെന്റിലും റൈറ്റ് ടോപ്പിലായിട്ട് ഒരു ഗ്രീൻ കളർ വന്നിട്ടുണ്ട്. അപ്പൊ ഗ്രീൻ കളർ വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഞാൻ സബ്മിറ്റ് ചെയ്യുന്നു. ഇവിടെ KYC ഡോക്യുമെന്റ്സ് വെയർ സബ്മിറ്റഡ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. യുവർ KYC റിക്വസ്റ്റ് ഈസ് ബീങ് റിവ്യൂഡ് എന്നൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ KYC ഇവിടെ അപ്ലോഡ് ആയി. കാരണം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 1 MB താഴെ മാത്രമേ നിങ്ങളുടെ ഡാറ്റ വരാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മുടെ മെയിൻ പേജിലേക്ക് തിരിച്ചു വന്നു. മെയിൻ പേജിൽ വന്നതിന് ശേഷം നിങ്ങളുടെ റെഫറൽ ലിങ്ക് മറ്റുള്ള കൂട്ടുകാർക്ക് ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ 3 വരയിൽ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തതിന് ശേഷം ഇവിടെ പ്രൊഫൈൽ സെക്ഷൻ ഇവിടെ ഓപ്പൺ ആയി വരും. ഈ പ്രൊഫൈൽ സെക്ഷനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ താഴെ കുറച്ച് സ്ക്രീൻ മുകളിലായിട്ട് ഉയർത്തി കഴിഞ്ഞാൽ നമ്മുടെ റെഫറൽ ID ഇവിടെ കാണിക്കും. അതുപോലെ തന്നെ റെഫറൽ ലിങ്ക് ഉണ്ട്. ഈ ലിങ്ക് കോപ്പി ചെയ്ത് നിങ്ങൾക്ക് കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കാം. ഇത് ഇനി വെരിഫൈ ആയതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് വിഡ്രോവലൊക്കെ പോസിബിൾ ആകുകയുള്ളൂ. എങ്ങനെയാണ് KYC അപ്ഡേറ്റ് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.